നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതികരിക്കാനില്ലെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്നു രാവിലെ മുതൽ കമ്മീഷന്റെ പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളോട് സംസാരിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും വിസമ്മതിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കമ്മീഷൻ ഓഫീസിലെ വൃത്തങ്ങൾ മുഖേന വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് കമ്മീഷൻ മാധ്യമങ്ങളെ അറിയിച്ചത്. രാജ്യത്തിന്റെ സമ്പത്തിനുമേൽ കൂടുതൽ അധികാരം മുസ്ലിങ്ങൾക്കാണ് കോൺഗ്രസ് മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നും വീണ്ടും അധികാരത്തിൽ വന്ന രാജ്യത്തിന്റെ സ്വത്ത് നുഴഞ്ഞുകയറി വന്ന മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും അത് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെന്നുമായിരുന്നു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പ്രസംഗിച്ചത്. കോൺഗ്രസിനെ തെരഞ്ഞെടുത്താൽ അവർ രാജ്യത്തിന്റെ സമ്പത്ത് നുഴഞ്ഞു കയറിയവർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നൽകുമെന്നായിരുന്നു മോദിയുടെ പ്രസ്താവന. ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് പറഞ്ഞത് രാജ്യത്തിന്റെ സമ്പത്തിൽ ഏറ്റവും അധികം അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണ് എന്നാണ്. എന്നുവെച്ചാൽ ഇപ്പോഴും അവർ ഈ സമ്പത്ത് വിതരണം ചെയ്യുന്നത് കൂടുതൽ കുട്ടികളുള്ളവർക്കായിരിക്കും, നുഴഞ്ഞു കയറി വന്നവർക്കായിരിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഈ നുഴഞ്ഞു കയറ്റിയവർക്ക് നൽകണോ? നിങ്ങൾക്ക് അതിന് സമ്മതമാണോ എന്നായിരുന്നു മോദി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ചോദിച്ചത്. പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉയർന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മോദിയുടെ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ട നിരവധി പരാതികളിൽ ഒരു തീരുമാനവും BJPക്കെതിരെ എടുക്കാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല. അതിനാൽ എല്ലാ അർത്ഥത്തിലും വിദ്വേഷ പ്രചാരണമായിരുന്നുവെങ്കിലും ഇതിനെതിരെയും നടപടിയെടുക്കാൻ കമ്മീഷൻ തയ്യാറാകുമെന്ന് കരുതാനാകില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 4 ദിവസത്തിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ തുടക്കത്തിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ കമ്മീഷനെ കണ്ടിരുന്നു. എന്നാൽ ഒരു നടപടിയും എടുത്തില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികളുടെ ഉൾപ്പെടെ നിയന്ത്രണം കമ്മീഷൻ ഏറ്റെടുക്കണമെന്നായിരുന്നു ആവശ്യം. സംസ്ഥാനങ്ങളിൽ പോലീസിന്റെ പോലും ദൈനംദിന കാര്യത്തിലൊഴികെയുള്ള കാര്യങ്ങളിൽ ഫലത്തിൽ നിയന്ത്രണം കമ്മീഷനാണ്. കമ്മീഷന്റെ അനുമതിയില്ലാതെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ പോലും സർക്കാരിന് കഴിയില്ല. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം കമ്മീഷൻ അംഗീകരിച്ചില്ല. തമിഴ്നാട്ടിൽ മോദി ഹിന്ദുമതവും ശിവശക്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇവിടെയും മതമാണ് പ്രചരണത്തിന് ഉപയോഗിച്ചത്. എന്നാൽ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാൻ കമ്മീഷൻ തയ്യാറായില്ല. എന്നാൽ കമ്മീഷന്റെ നിയമനത്തിൽ സർക്കാരിനുള്ള സമ്പൂർണ്ണ അധികാരമാണ് ഇതിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ് എന്നിവർ ചേർന്ന സമിതി വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനെന്ന് സുപ്രീം കോടതി നേരത്തെ വിധിച്ചിരുന്നു. എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയും പകരം ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസ്സത്തേക്ക് വിരുദ്ധമായിരുന്നു മോദി സർക്കാരിന്റെ തീരുമാനം. എന്തായാലും അത് ഇതുപോലെ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസിന് വേണ്ടി മാത്രം എന്നത് ഇപ്പോൾ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റ് ആണ് എന്നതിന് ഇതിൽ പരം മറ്റെന്ത് തെളിവാണ് വേണ്ടത്?